أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله والحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين والفائزين برضا الله أما بعد. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ മഹത്തായ പരിപാടിയുടെ സംഘാടക സമിതി ഭാരവാഹികളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ എന്നാമുഖമായി പ്രാർത്ഥിക്കുകയാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും വേണ്ടി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെയും അധികാരത്തിന്റെ ഗർവുപയോഗിച്ച് മതത്തെയും ദീനിനെയും ദുനിയാവിനെയും വിറ്റുതുലച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക സമൂഹം അരങ്ങുവാണിക്കൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഉലമാഉം ഉമറാഉം എന്ന ഏറെ കാലിക പ്രസക്തമായ വിഷയത്തെ അധികരിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ് ഉലമാഉം ഉമറാഉം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഈ ദീനിന്റെ രണ്ട് പ്രധാനപ്പെട്ട സ്തംഭങ്ങൾ, ഇത് രണ്ടും നന്നായാൽ സമൂഹം മുഴുവൻ നന്നായി, ഇത് മുഴുവൻ നശിച്ചു പോയാൽ ഈ സമൂഹം മുഴുവൻ നശിച്ചു പോയി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ അത് എണ്ണിയത് ഉലമാക്കളെയും ഉമറാക്കളെയും കുറിച്ചായിരുന്നു. ഏത് കാലത്തും സ്വീകരിക്കപ്പെടുകയും കേൾക്കപ്പെടുകയും അനുസരിക്കപ്പെടുകയും ചെയ്യേണ്ടവരാണ് ഉലമാക്കൾ. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു അധ്യാപനത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കാൻ സാധിക്കും, ഖുൽ ഹൽ യസ്തവിൽ ലദീന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ? അറിവുള്ള ആളുകളിൽ നിന്ന് ഇൽമു പഠിക്കേണ്ടവരാണ് അറിവില്ലാത്ത ആളുകൾ. കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയും അറിവ് തേടുകയും ചെയ്യേണ്ട ആളുകളാണ് ഉമറാക്കൾ എന്ന് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കും. നാം സാധാരണ പറയാറുള്ളത് പോലെ ഏതൊരു കാലഘട്ടത്തിലും നമുക്ക് സ്വഹാബത്തെ കിറാമിൽ നിന്ന് തന്നെ മാതൃക സ്വീകരിക്കാം. സ്വഹാബത്തെ കിറാമിന്റെ ഇന്ന് നാം കാണുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക സ്ട്രക്ചർ ഇല്ല എങ്കിലും സ്വഹാബത്തെ കിറാമിന്റെ ജീവിതത്തെ നമ്മളൊന്നിങ്ങനെ ചെറുതായി പരിശോധിക്കുമ്പോൾ, ആധുനിക സമസ്യകൾ വെച്ചുകൊണ്ട് സ്വഹാബികളുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പോഴും നമുക്ക് കാണാൻ കഴിയും ഉമറ ഉലമ എന്നൊരു രണ്ട് കാറ്റഗറിയായി നമുക്ക് സ്വഹാബികൾ മൊത്തത്തിൽ വേർതിരിച്ചെടുക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സത്യപ്രബോധനത്തിന്റെ ഫലമായി പ്രബോധന രംഗത്തേക്ക് പരസ്യ പ്രബോധനവുമായി ദീനിന്റെ പ്രവർത്തനങ്ങളുമായി രംഗത്തേക്ക് ഇറങ്ങിയപ്പോ ശത്രുക്കളുടെ പ്രയാസങ്ങൾ ഭയന്ന്, അക്രമങ്ങൾ ഭയന്നുകൊണ്ട്, പേടിച്ചുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോയ മുഹാജിറുകളെ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ അവർ ഉലമാക്കളുടെ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അവർക്ക് വേണ്ടി സകല സൗകര്യങ്ങളും സകല പ്രയാസങ്ങളും സകല വീടുകളും അവരുടെ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും വീടുകളും ഭാര്യമാരെ പോലും വിട്ടുകൊടുത്ത് അവർക്ക് വേണ്ടി ഇൽമു പഠിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്ത മുഹാജിറുകൾക്ക് ഇൽമു പഠിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത അൻസാറുകളെ നമുക്ക് ഉമറാഇന്റെ കാറ്റഗറിയിൽ പെടുത്താൻ സാധിക്കും. അങ്ങനെ ലോകത്തിന്റെ കാലഘട്ടത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലം മുതൽ തന്നെ ഉലമ ഉമറ എന്ന ഈ രണ്ട് വലിയ ബന്ധം നമുക്ക് കാണാൻ സാധിക്കും. നാം ഇന്ന് കാണുന്ന ജീവിതം വളരെ നശ്വരമാണ്. ഈ ഉലമാവും ഉമറാവും ഒന്നിച്ചു നിന്നപ്പോ ഈ ലോകത്ത് വലിയ അത്ഭുതങ്ങൾ ഉണ്ടായി. അങ്ങനെയാണ് ഈ ലോകത്തിലെ ഇസ്ലാമിക മുസ്ലിം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർഡോവയുണ്ടായത്, അതുപോലെ തന്നെ ഗ്രാനഡയുണ്ടായത്, സ്പെയിൻ ഉണ്ടായത്. അങ്ങനെയാണ് ഇബ്നു സീനയും ഇബ്നു ഹൈതമും പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ ലോകത്തിൽ ജന്മമെടുക്കാൻ കാരണം ഉലമാക്കളുടെയും ഉമറാക്കളുടെയും വളരെ വലിയ നല്ല രീതിയിലുള്ള ബന്ധമായിരുന്നു. ഇൽമുള്ള ആളുകളെ എന്നും സ്വീകരിക്കുന്ന സ്വഭാവമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് ദുഖാനിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അത് നമുക്കിങ്ങനെ വായിക്കാം. പ്രിയപ്പെട്ട പിതാവേ, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അള്ളാഹു എനിക്ക് ദിവ്യബോധനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെക്കാൾ കൂടുതൽ അറിവെനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന മതം നിങ്ങൾ അംഗീകരിക്കണം, അതിനെ നിങ്ങൾ പിൻപറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനെ സത്യപ്രസ്ഥാനത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു വർത്തമാനം നമുക്ക് കേൾക്കാം. പക്ഷേ ആധുനിക കാലഘട്ടം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അധികാരമോഹത്തിന് വേണ്ടി, സ്വന്തം താല്പര്യങ്ങളുടെ പുറകെ പോകുമ്പോൾ ഈ ഒരു ബന്ധം വിഷളാകുന്നത് കാരണം നമ്മുടെ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചരിത്രത്തിന്റെ ഇന്നലകളിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളണം.
ചരിത്രത്തിന്റെ ഇന്നലകളിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളണം. സ്പെയിനിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളുക, ഗ്രാനഡയിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളുക. ഉലമാക്കളും ഉമറാക്കളും തമ്മിലുള്ള ശക്തമായ ബന്ധം വേർപിരിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്ത് മുസ്ലിം സമൂഹത്തിന് സംഭവിച്ച നഷ്ടം അത് വളരെ വലുതാണ്. അത് ഇനി ഒരിക്കലും നമുക്കുണ്ടാവരുത്. പടച്ച തമ്പുരാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف المخلوقين أما بعد. قال رسول الله صلى الله عليه وسلم: صنفان من الناس إذا صلح صلح الناس وإذا فسد فسد الناس العلماء والأمراء. قال رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, മറ്റു സഹോദരങ്ങളെ, ഉലമാ ഉമറ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഏതൊരു പ്രസ്ഥാനത്തിന്റെയും വളർച്ചയും അതിന്റെ ശക്തിയും എന്ന് പറയുന്നത് ഉലമാക്കളും ഉമറാക്കളുമാണ്. കാലങ്ങൾ ആധുനിക ലോകത്ത് നിമിഷങ്ങളും മിനിറ്റുകളും മണിക്കൂറുകളും കഴിഞ്ഞ് താണ്ടിപ്പോയി. ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങളും താണ്ടി കടന്നു പോകുമ്പോൾ ഇവിടെ മുത്തലാഖും ഹിജാബും ജെൻഡർ ഇക്വാലിറ്റിയും ഇങ്ങനെ തുടങ്ങി സമുദായം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വന്നപ്പോഴൊക്കെയും നമ്മുടെ സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും ഇസ്സത്തിന്റെയും നിലനിൽപ്പിന്റെയും താങ്ങും തണലുമായി നിന്നത് ഇവിടുത്തെ ഉലമാ ഉമറ ബന്ധമായിരുന്നു. ഈ ബന്ധം ഇന്ന് മാത്രം തുടങ്ങിയതല്ല. മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ തന്നെ അവരുടെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഈ ബന്ധം കാണാൻ സാധിക്കും. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖലീഫമാരുടെയും ജീവിതങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ ബന്ധം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ഘട്ടങ്ങളിലും ദീനീ ദഅവത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നേരിടുന്ന ഓരോ പ്രശ്നങ്ങളിൽ അവിടുത്തെ അനുചരന്മാരായ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്ക് എത്രമാത്രം താങ്ങും തണലുമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് ആധുനിക കേരളത്തിലും ആധുനിക മുസ്ലിങ്ങളുടെ വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ പോലും ആ ഒരു ബന്ധം നമുക്ക് കാണാൻ സാധിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിതമായ അന്ന് മുതൽ, കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വന്ന അന്ന് മുതൽ കേരളീയ മുസ്ലിങ്ങൾ നേരിട്ട ഒരു പ്രതിസന്ധി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അതിന്റെ ആശയാദർശങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടൊരു വിഭാഗം കടന്നു വന്നപ്പോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ ഉലമാക്കൾ മുന്നിട്ടിറങ്ങിയപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ ഒരു വിഭാഗം അവർക്ക് കൂടെ നിന്നുകൊണ്ട് ഉമറാക്കളായിരുന്നു. അതുകൊണ്ട് ഉലമാ ഉമറ ബന്ധം ഇത് കൂടാതെ നമ്മുടെ സമുദായത്തിനോ നമ്മുടെ സമൂഹത്തിനോ നിലനിൽക്കാൻ സാധ്യമല്ല. ഉമറ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അവർക്ക് സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിലെ അധികാരം കൊണ്ടായിരിക്കാം. ഇതെല്ലാം നമ്മുടെ ദീനീ ദഅവ രംഗത്ത് മുന്നോട്ട് പോകണമെങ്കിൽ അത്യാവശ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഈ കേരള ലോകത്ത്, കേരള സംസ്ഥാനത്ത് ഇസ്ലാം കടന്നു വരുമ്പോ നമ്മുടെ പള്ളികൾ നിർമ്മിക്കുവാനും ദീനീ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കുവാനും നമ്മെ സഹായിച്ചത് ഇവിടുത്തെ ഉമറാക്കളായിരുന്നു. ഈ ഒരു വസ്തുത ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ സമുദായം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സമൂഹത്തിൽ പൊതുമധ്യത്തിൽ ഇസ്ലാമിനെയും ദീനിനെയും ദീനീ ദഅവത്തിനെയും താറടിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താനും പ്രതിരോധിക്കുവാനും നമ്മുടെ പണ്ഡിതന്മാർക്കൊപ്പം നമ്മുടെ സമൂഹത്തെ ബോധവാന്മാരാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് ഇവിടുത്തെ ഉമറാക്കളാണ്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചത്, സ്വിൻഫാനി മിനൻ നാസി ഇദാ സ്വലഹാ സ്വലഹൻ നാസ് വഇദാ ഫസദാ ഫസദൻ നാസു അൽ ഉമറാ വൽ ഉലമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ സമുദായത്തിൽ നിന്ന് രണ്ട് വിഭാഗം ആളുകൾ അവർ നശിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവനും സമുദായം മുഴുവനും നശിച്ചു.
അവർ നന്നായാൽ അവർ ജനങ്ങൾ മുഴുവൻ നന്നായി പോയി. അൽ ഉലമാഉ പണ്ഡിതന്മാരും ഉമറാക്കളുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുമ്പോഴും അതിനെയൊന്നും എരുതിയിൽ എണ്ണയൊഴിക്കാൻ നിൽക്കാതെ നമ്മുടെ പണ്ഡിതന്മാരും ഉമറാക്കളും എന്ത് പറയുന്നു അതിനക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ദീനും ദഅവത്തും നമ്മുടെ ഇസ്സത്തും അസ്തിത്വവും നിലനിർത്താൻ നമുക്ക് സാധിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അതിനാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സദസ്സിലും വേദിയിലിരിക്കുന്ന പ്രിയമുള്ളവരെ, ഒരു ആധുനിക ആപേക്ഷികതയ്ക്കപ്പുറത്തു നിന്നുകൊണ്ട് വിഷയത്തെ വിശാലമായി തന്നെ കണ്ടുകൊണ്ട് സമഗ്രമായി തന്നെ ചർച്ച ചെയ്യണമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. നാം തിരിച്ചറിയുന്നതിനേക്കാളപ്പുറം ഉലമാക്കളും ഉമറാക്കളും എന്ന ചർച്ച തന്നെ നമ്മുടെ മുന്നിലേക്ക് വന്നത് 18ാം നൂറ്റാണ്ടിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുന്നിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഒരു സമഗ്രമായ ഇസ്ലാമിക സംവിധാനമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു. ദുനിയാവെന്നും പരലോകമെന്നും രണ്ടായി വേർതിരിക്കപ്പെടാതെ, ഉലമാക്കളെന്നും ഉമറാക്കളെന്നും രണ്ടായി വേർതിരിക്കപ്പെടാതെ തന്നെ ഒരൊറ്റ ഇസ്ലാമിനെ ആയിരുന്നു നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്. കാരണം എല്ലാ ഉലമാക്കളും ഉമറാക്കളായി മാറുകയും എല്ലാ ഉമറാക്കളും ഉലമാക്കളായി തന്നെ മാറുകയും വേണ്ടിയിരുന്നു. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നിന്നാണ് നമ്മൾ ഇപ്പോഴും വേറിട്ട വ്യതിരിക്തതയുള്ള ഒരു ചർച്ചയിലേക്ക് നമ്മൾ വഴിതിരിഞ്ഞത് എന്ന് പറയാതെ പറയുകയാണ്. ഈ ആധുനിക സംവിധാനത്തിൽ, ആധുനിക യുഗത്തിൽ മതപുരോഹിതന്മാർ ഒരു വിഭാഗവും ഉമറാക്കളായ ഭരണാധികാരികൾ മറ്റൊരു വിഭാഗം എന്ന രണ്ട് തലത്തിൽ നിൽക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റോമാ സാമ്രാജ്യത്തിന്റെ അധിപതിയായി നിലകൊള്ളുന്ന കാലത്തും റോമാ സാമ്രാജ്യം സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള സംവിധാനങ്ങളുടെ അധിപതിയായി നിലനിൽക്കുന്ന സമയത്തും മദീന പള്ളിയിലെ ഇമാമായി നിലനിന്നിരുന്നു എന്നത് നമ്മൾ തിരിച്ചറിയണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലുണ്ടായിരുന്ന 650ഓളം വരുന്ന പടയാളികളും നേതൃത്വം കൊടുത്തവരും ഗവർണർമാരും ഒക്കെയും അതാത് പള്ളിയിലെ ഇമാമുമാരുമായിരുന്നു. അപ്പൊ ഉമറാക്കളും ഉലമാക്കളും തമ്മിൽ വ്യതിരിക്തതയോടുകൂടി മാറുന്ന സമയത്താണ് മതവേറെ ഭൗതികം വേറെ എന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. മതവും ഭൗതികവും വേറിട്ട് ചർച്ച ചെയ്യപ്പെടാതെ മതത്തിന്റെ ആധിപത്യത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രത്തെ ചർച്ച ചെയ്യാൻ കഴിയണം. രാഷ്ട്രത്തിന്റെ ആധിപത്യത്തിന്റെ ഉന്നതിയിൽ ഇരുന്നു കൊണ്ട് തന്നെ മതത്തെ ചർച്ച ചെയ്യപ്പെടാൻ കഴിയാത്തിടത്തോളം കാലം സമുദായം രണ്ട് തലത്തിലേക്ക് മാറിപ്പോകുന്നു എന്ന് പറയാതെ പറയുകയാണ് നമ്മൾ. ഞാൻ നിങ്ങളോടും എന്നോടും അതുതന്നെയാണ് മൈക്ക് എച്ച് ഹെ ഹാർട്ട് തന്റെ പുസ്തകത്തിൽ 100 റാങ്കിംഗ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റി ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞതും അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅക്മൽതു അലൈക്കും എന്ന് തുടർന്നുള്ള ആയത്തുകളും പറഞ്ഞത് ഞാൻ ഇന്നേ ദിവസം സമഗ്രമായ ഇസ്ലാമിക സംവിധാനത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിന്റെ ഇടയിൽ ഉലമാക്കളെന്നും ഉമറാക്കളെന്നും രണ്ടായി വേർതിരിക്കാതെ, മതമെന്നും ഭൗതികമെന്നും രണ്ടായി വേർതിരിക്കാതെ ഒരൊറ്റ ഇസ്ലാമായി നിന്നുകൊണ്ട് ഒരൊറ്റ ചെപ്പിടിക്ക് നിന്നുകൊണ്ട് ആരൊക്കെയാണോ ഉലമാക്കളാവുന്നത് അവര് തന്നെയായിരിക്കണം ഉമറാക്കളായി രാജ്യം ഭരിക്കേണ്ടത് എന്ന സംവിധാനത്തിലൂടെ മുന്നോട്ട് നീങ്ങാത്തിടത്തോളം കാലം ഇസ്ലാമും എന്നും അരക്ഷിതാവസ്ഥയിലേക്ക് മാറുമെന്നുള്ളതാണ്. ലോക സാമ്രാജ്യത്വത്തില് 18ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ മുതൽ നാം ആരംഭിച്ചിരിക്കുന്ന ഈ സംവിധാനം, ഈ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു എഴുത്തും വരികളുടെ ഇടയിലൂടെ വായിച്ചെടുക്കേണ്ട വളരെ ഗൗരവമുള്ള 1-2 വിഷയങ്ങൾ നമ്മൾ കാണാതെ പോകരുത് എന്നതാണ്. എവിടെയാണോ നമ്മുടെ മതവൽക്കരിക്കാൻ തുടങ്ങിയത്, പൗരോഹിത്യത്തിന്റെ മേധാവിത്വത്തിന്റെ കീഴിൽ ഇസ്ലാമിനെ അടിയറവുപ്പിച്ചത് എപ്പോഴാണോ അപ്പോഴൊക്കെയും ഇസ്ലാം തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടും രണ്ടായി കാണാതെ ഉലമാക്കൾ തന്നെയാണ് ഉമറാക്കളായി മാറേണ്ടത്, ഉമറാക്കൾ തന്നെയാണ് ഉലമാക്കളായി മാറേണ്ടത് എന്ന തിരിച്ചറിവ് സമഗ്രമായ ഇസ്ലാമിന്റെ ഭാഗമാണ് എന്ന് നാമും നിങ്ങളും തിരിച്ചറിയാത്തിടത്തോളം കാലം അന്നും ഇന്നും എന്നും ഇസ്ലാമിന്റെ സംവിധാനം തകർന്നു പോകുന്നു എന്നതാണ്. ഞാൻ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വരികളുടെ ഇടയിലൂടെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ, വരികളുടെ ഇടയിലൂടെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ, പറയാത്തത് ഉൾക്കൊണ്ടുകൊണ്ട് കേട്ടെടുക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് ഞാൻ വീണ്ടും താല്പര്യപ്പെടുകയാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ എന്റെ സംസാരം വളരെ ലളിതമായി തന്നെ ഞാൻ ചുരുക്കുന്നു. എനിക്ക് അവസരം തന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ,
സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉലമാക്കളും ഉമറാക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള വിഷയം. പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉമ്മത്ത് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഉമറാക്കൾ ഉലമാക്കൾ എന്നത് കാലക്രമേണ നമ്മൾ പറഞ്ഞ് വരുന്ന ഒരു കാര്യമാണ്. ഉമ്മത്ത് അഥവാ സമുദായം, ആ സമുദായത്തിൽ തന്നെ ഉലമാക്കളും ഉമറാക്കളും ഉണ്ടായിരുന്നു. അഥവാ പണ്ഡിതന്മാരായ ആളുകൾ, ഇൽമുള്ള ആളുകൾ, അവർ കച്ചവടക്കാരുമായിരുന്നു, അവർ കൃഷിക്കാരായിരുന്നു. അതുപോലെ തന്നെ കർഷകരും വ്യാപാരികളുമായ ആളുകൾ, അവർ പണ്ഡിതന്മാരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കാലത്ത് ഈ ഒരു വിഷയം നമുക്ക് മുന്നിൽ ചർച്ച പോലും ചെയ്യേണ്ട ഒരു കാര്യമല്ല. പക്ഷേ പുതിയ കാലത്ത് കാലക്രമേണ പലതരത്തിലുള്ള മാറ്റം വന്നു, സമുദായത്തിൽ വന്നു. സ്വാഭാവികമായും പണ്ഡിതന്മാർക്കിടയിൽ സ്വാഭാവികമായ ജീവിത ഉപാധി കണ്ടെത്തേണ്ടതായി വന്നു. പണ്ഡിതന്മാർ ഒരു കാലത്ത് പണ്ഡിതന്മാർ കൃഷിക്കാരും കച്ചവടക്കാരും ഒക്കെയായി അതിസമ്പന്നന്മാരായ പണ്ഡിതന്മാരുണ്ടായിരുന്നു. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ ചില ഭരണാധികാരികൾ തന്നെ പണ്ഡിതന്മാർ നിങ്ങൾ വ്യാപാരത്തിലോ കൃഷിക്കോ പോകേണ്ടതില്ല, മറിച്ച് നിങ്ങൾ ഇൽമിന് വേണ്ടി നിങ്ങൾ ജീവിതം ഒഴിഞ്ഞു വെക്കും, അഥവാ കിതാബ് രചിക്കുന്നതിനും അതുപോലെ ഇൽമ് സമ്പാദിക്കുന്നതിനും ഇൽമ് പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സമയം ചെലവഴിക്കുക. നിങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികമായ ഭദ്രത അത് ഗവൺമെന്റ് അഥവാ ഭരണകൂടം തരും എന്നൊരു നിലയിൽ വന്നു. അതും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിനും മാറ്റം വന്നു. പുതിയ കാലത്ത്, വർത്തമാന കാലത്ത് ഉലമാക്കൾ ഉമറാക്കൾ എന്ന രണ്ട് വിഭാഗം നമ്മുടെ ഓരോ പ്രദേശത്തുമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഉലമാക്കളുടെ ദൗത്യം അഥവാ ഇൽമ് പ്രചരിപ്പിക്കുക, മതപരമായ വിഷയങ്ങളിൽ ഈ സമുദായത്തെ ഉണർത്തുക, അവരെ ഉത്ബോധിപ്പിക്കുക, അവർക്ക് വേണ്ട ഇൽമ് പകർന്നു കൊടുക്കുക, അതുപോലെ തന്നെ അതിനാവശ്യമായ സ്ഥാപനങ്ങൾ മറ്റും ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഒരു കേവലം ഒരു ഇൽമിനുള്ള അല്ലെങ്കിൽ ഒരു മതപരമായ ഒരു സ്ഥാപനം ഉണ്ടാക്കണമെങ്കിൽ സ്വാഭാവികമായും അതിന് സാമ്പത്തികമായ ശേഷി വേണം. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ പുതിയ കാലത്തുള്ള ഈ ഉമറാക്കളുടെ ആവശ്യം വരുന്നത്. സ്വാഭാവികമായും ഒരു നാട്ടിൽ ഒരു മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന വേളയിൽ അവിടെ ഇൽമ് ആലിമീങ്ങൾ അവരുടേതായ പങ്ക് വഹിക്കുന്നു. പക്ഷേ ഉമറാക്കളായ ആളുകൾ അവർക്ക് അതിനു വേണ്ടിയുള്ള സാമ്പത്തികമായ എല്ലാ തരത്തിലും സഹായങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഇരു കൂട്ടരും ഒരുമിച്ച് നിന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ അത് മറ്റാർക്കും കയ്യെത്തിപ്പിടിക്കാനാവാത്തവണ്ണം അസൂയാവഹമായ രീതിയിൽ നമ്മുടെ സമുദായം വളർന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഇന്ന് വർത്തമാന കാലത്ത് ഓരോ പ്രദേശങ്ങളിലും ഓരോ ഗ്രാമങ്ങളിലും മതപരമായ കലാലയങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. അത് മദർസയായാലും ദർസായാലും അല്ലെങ്കിൽ അറബിക് കോളേജുകളായാലും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളായാലും അതിൻ്റെയൊക്കെ പിന്നിൽ ഉലമാക്കളുടെ കൃത്യമായ പങ്കുണ്ട്. അതോടൊപ്പം തന്നെ ഉമറാക്കളുടെയും കൃത്യമായ പങ്കുണ്ട്. ഈ ഉമറാക്കളും ഉലമാക്കളും ഒരുമിച്ച് നിന്നപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ എല്ലാ നിലയിലുള്ള പുരോഗതി ഉണ്ടായത്. ഐക്യമുണ്ടായപ്പോഴാണ്, പരസ്പരം സ്നേഹമുണ്ടായപ്പോഴാണ്. നമ്മളെ ചെറിയൊരു കാര്യമായി കാണേണ്ട കാര്യമല്ല അത്. കാരണം ഉലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് നിന്നപ്പോൾ നമ്മളൊക്കെ അനുഭവസ്ഥരാണ്. നമ്മുടെ നാടിലൊക്കെ ഉലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് നിന്നപ്പോൾ ഉണ്ടായ വൈജ്ഞാനിക നവോത്ഥാനം നമ്മളൊക്കെ കണ്ടതാണ്, നമ്മുടെ കൺമുന്നിലുള്ളതാണ്, ഇന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുതിയ കാലത്ത് അന്ന് ചെറിയ വിള്ളൽ വരുന്നുണ്ടോ എന്നൊരു സംശയം, ഒരു സന്ദേഹം നാം ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു സന്ദേഹത്തിന്റെ ആവശ്യമില്ല എന്ന് നമ്മുടെ പണ്ഡിതന്മാരും ഉമറാക്കളും വളരെ കൃത്യമായി തന്നെ നമ്മോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ കാലത്തെ നമുക്കുള്ള ഉത്തരവാദിത്തം എന്തെന്ന് വെച്ചാൽ ഈ ഉമറാക്കളുടെയും ഉലമാക്കളുടെയും ഇടയിൽ കൂടുതൽ ഐക്യം ഉണ്ടാക്കുന്നതിന് നമ്മളാൽ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അത് കേവലം ഒരു വാക്ക് കൊണ്ടായാലും ഒരു വാട്സപ്പ് മെസ്സേജ് കൊണ്ടായാലും
ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ഇടയിൽ ഐക്യമുണ്ടാക്കുകയും കൂടുതൽ ശക്തവത്തായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കാനും നമുക്ക് കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് ചെയ്യാവുന്ന, പുതിയ കാലത്ത് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു ദൗത്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വേദിയിലെയും സദസ്സിലെയും മാന്യവ്യക്തിത്വങ്ങളെ, സുന്നി കൈരളിയുടെ ആധികാരിക പണ്ഡിത സഭ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടന, സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ, SKSSF, അതിൻ്റെ കലാവൈവിധ്യങ്ങളെയും സർഗാത്മകതയെയും വാളും പരിചയമാക്കിയ സർഗലയം പരിപാടിയിൽ പ്രഭാഷണത്തിൽ എന്നും പ്രസക്തമായ വിഷയമാണ് ഉലമ ഉമറ എന്ന വിഷയം. ഇന്നിന്റെ വർത്തമാന കാലഘട്ടം മുസ്ലിം സമൂഹത്തിൽ ഒട്ടനേകം പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടമാണ്. ഇന്ന് ഇസ്ലാമോഫോബിയ അതിന്റെ കരാളഹസ്തത്തിൽ നിൽക്കുന്ന സമയമാണ്. അതിശക്തമായ വർഗീയ പ്രചരണം, ഫാഷിസം നേരിട്ടും നിരീശ്വരവാദ സംഘടനകൾ പരോക്ഷമായും അവതരിപ്പിക്കുന്ന പല ജെൻഡർ ന്യൂട്രാലിറ്റി പോലെയുള്ള തെറ്റായ ഇൻഫർമേഷൻ നമ്മുടെ അടുക്കളയിൽ വരെ എത്തിയിട്ടുണ്ട്. നാം അറിയാതെ നമ്മുടെ അടുക്കളയിൽ പോലും ജെൻഡർ ന്യൂട്രാലിറ്റി എത്തിയത് നാം അറിയാതെ പോകരുത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ചെമ്പ് വെള്ളമെടുക്കുക, അതിൽ നമ്മൾ വളരെ സാവധാനത്തിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുക. അപ്പോൾ ഒരു തവളയെ അതിൽ പതുക്കെ ഇടുക, ആ തവള അതിൽ കിടന്ന് പതുക്കെ ചാവുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ വളരെ പെട്ടെന്ന് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു തവളയെ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? തവള പെട്ടെന്ന് ചാടി അത് പുറത്തേക്ക് വരും. എന്നതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തവള വളരെ സാവധാനത്തിലാണ് അതിൽ കിടന്ന് മരിക്കുന്നത് പോലെ നമ്മുടെ ശത്രുക്കൾ വളരെ സാവധാനത്തിലാണ് നമ്മെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹം ഉലമാക്കളും ഉമറാക്കളും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടത് ഞാൻ അതിന്റെ പ്രാധാന്യം പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇനി ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ, മഖ്ദൂം തങ്ങന്മാരുടെ കാലഘട്ടം എടുക്കുകയാണെങ്കിൽ, അന്ന് പറങ്കി ആക്രമണത്തിന്, നമ്മുടെ സ്വത്വബോധം ഇല്ലാതെയാക്കാൻ ശ്രമിച്ച പറങ്കി ആക്രമണത്തിൽ നമ്മൾ അന്ന് സാമൂതിരിയുടെ പടത്തലവന്മാരായിട്ടുള്ള ഈ കുഞ്ഞാലി മരക്കാന്മാർക്ക് വളരെ ശക്തമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കാൻ മഖ്ദൂം തങ്ങന്മാർക്ക് കഴിഞ്ഞിരുന്നു. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഒരു ഗ്രന്ഥം പോലും ആ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായി ആ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ പറങ്കികൾ പോയിട്ടുള്ള മറ്റു രാഷ്ട്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, പിന്നീട് അവർ പോയ സ്ഥലങ്ങളിലെല്ലാം പറങ്കികളുടെ മക്കളാണ് ജനിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലാണ് കേരളത്തിൽ അതിശക്തമായ പ്രതിരോധം തീർത്തത്. അതിൽ മഖ്ദൂം തങ്ങന്മാർക്ക് വളരെയധികം പങ്കുണ്ട്. മഖ്ദൂം തങ്ങന്മാർ ഉമറാക്കളെ ശക്തമായിട്ട് ക്രോഡീകരിച്ചുകൊണ്ട് അവർ ശക്തമായുള്ള പ്രതിഷേധം തീർക്കാൻ കഴിഞ്ഞു മഖ്ദൂം തങ്ങന്മാർക്ക്. വീണ്ടും ചരിത്രം വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ 921 ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിലും ബ്രിട്ടീഷുകാർക്കെതിരെ വളരെ ശക്തമായിട്ട് പ്രതിരോധം തീർക്കുവാൻ ഉമറാക്കൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. പിന്നീട് 925 സമസ്ത കേരള സമസ്തയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിരോധങ്ങൾ ഇത്തരത്തിലുള്ള ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ നമ്മുടെ സമൂഹത്തിൽ ആ കാലഘട്ടം 925 മുതൽ തന്നെ മുസ്ലിം സമൂഹത്തിന് നേരെ പല ആക്രമണങ്ങളും നടന്നിരുന്നു. അതിനെല്ലാം പ്രതിരോധിക്കുവാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഉലമാക്കൾ വളരെ ശക്തമായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തകരും നമ്മുടെ പണ്ഡിതന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് ഈ വേളയിൽ ഞാൻ നിങ്ങളെ ഉണർത്തുന്നു.
ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമായി പറയുന്നു. ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ ഏതൊക്കെ രാഷ്ട്രീയ നമ്മുടെ സമുദായ രാഷ്ട്രീയത്തിൽ ഏതൊക്കെ നേതൃത്വമുണ്ടോ അതൊക്കെ സ്കൂൾ ഓഫ് സമസ്തയുടെ സ്റ്റുഡന്റ് ആണ്. ഏത് മേഖലയിലും നോക്കിക്കോ, ഞാൻ എല്ലാ രാഷ്ട്രീയ മേഖലകളെയും എടുത്തു പറയുന്നില്ല. ഏതൊക്കെ രാഷ്ട്രീയത്തിന്റെ തലപ്പത്തിൽ നിന്ന് എത്തിയിട്ടുണ്ടോ അതൊക്കെ സ്കൂൾ ഓഫ് സമസ്തയുടെ പ്രൊഡക്റ്റ് ആണ്, സ്കൂൾ ഓഫ് സമസ്തയുടെ സ്റ്റുഡന്റ് ആണ്. ഏതൊക്കെ രാഷ്ട്രീയത്തിന്റെ സാമുദായിക രാഷ്ട്രീയത്തിന്റെ നമ്മോട് അത് ആശയപരമായിട്ടും തീരെ യോജിക്കാത്ത സംഘടനകൾ പോലും രാഷ്ട്രീയ രംഗത്ത് നോക്കുകയാണെങ്കിൽ സ്കൂൾ ഓഫ് സമസ്തയുടെ പ്രൊഡക്റ്റുകളാണ്, സ്റ്റുഡൻസ് ആണ്. ഞാൻ ഈ വേളയിൽ എല്ലാ പ്രവർത്തകരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മുടെ സമുദായ ഉമറാക്കളെ ഉലമാക്കളെയും നമ്മുടെ ഉലമാ നേതൃത്വത്തെ അംഗീകരിച്ചു പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام عليك على أشرف المخلوقين صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. وقال سيدنا ونبينا ومعشوقنا ومرشدنا ومنجينا وحادينا وثمرة فؤادنا وقرة عيننا محمد صلى الله عليه وسلم: العلماء ورثة الأنبياء. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തോടുകൂടി അബുദാബി SKSSF സർഗലയം സംഘടിപ്പിക്കുന്ന മനോഹരമായ പ്രോഗ്രാമിന്റെ ഒരു സദസ്സിലാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്ക് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ അതിന്റെ പോഷക സംഘടനയായ SKSSF അതിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് തന്നെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ഉലമാക്കൾ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. നമുക്കറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ച് നമുക്കറിയാം, അതിന്റെ ഉലമാക്കളെ കുറിച്ച്, അതിന്റെ ഉലമാക്കളെയും ഉമറാക്കളെയും കുറിച്ച് നമുക്കറിയാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആരാണോ നിയന്ത്രിക്കുന്നത്, ആരാണോ നിയന്ത്രിച്ചിരുന്നത്, ആ ഒരു വലിയൊരു പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നത് തന്നെ നമുക്ക് കിട്ടിയ ഒരു വലിയൊരു സൗഭാഗ്യമാണ്. അതിലെ ഉലമാക്കളെ കുറിച്ചും ഉമറാക്കളെ കുറിച്ചുമുള്ള വിഷയത്തിൽ നമുക്കറിയാം, നൂറ്റാണ്ടുകളായി ഇന്ന് നാം 100-ാം വാർഷികം ആഘോഷിക്കുമ്പോ നമുക്കതറിയാം, അതിനെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവിന്റെ ആലിമീങ്ങളും ഉലമാക്കളുമാണ്. അതിന്റെ പിന്നിലായിട്ട് നമ്മളെ സാധാരണക്കാരായ ഉമറാക്കളും അനുയായികളും SKSSFന്റെ അനുയായികളും ധാരാളമായിട്ട് അതിന്റെ കൂടെയുണ്ട്. ആ നിയന്ത്രണം നമുക്കിന്ന് ആവശ്യമാണ്. പക്ഷേ ഇന്ന് നമുക്ക് സമസ്തക്കെതിരെ തിരിയുന്നവരൊക്കെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 100 വർഷമായിട്ട് നമ്മൾക്ക് ഉലമാക്കളും ഉമറാക്കളുമാണ് അതിനെ നിയന്ത്രിച്ചിരുന്നത്. ഇന്ന് സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ആലിക്കുട്ടി ഉസ്താദിന്റെയും നേതൃത്വത്തിലുള്ള സമസ്തയുടെ നേതൃനിരയെ തന്നെ നമുക്ക് എടുത്തു നോക്കാം.
അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹത്തിൽപ്പെട്ട അനുഗ്രഹമാണ് ഇതിൽ പ്രവർത്തിക്കുക എന്നുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്നും സമസ്തയുടെ കൂടെ, SKSSന്റെ കൂടെ അടിയുറച്ചു നിൽക്കുക. അത് നമുക്ക് ആഖിറത്തിലേക്കുള്ള വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഇവിടെ വേദിയൊരുക്കി തന്ന SKSSനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഒരിക്കലും മറന്നു പോകാൻ കഴിയാത്ത പേരാണ് ഇവിടുത്തെ നമുക്ക് ഭരണാധികാരികളെ കുറിച്ച്. അവരാണ് നമുക്ക് ഇതിനുള്ള സാഹചര്യം ഒരുക്കി തന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, അല്ലാഹു വഫഖ റഈസ് الدولة الشيخ محمد بن زايد ونوابه واخوانه الحكام الامارات. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കൊക്കെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ സൗഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും ദുആ വസിയത്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി SKSSF സംസ്ഥാന കമ്മിറ്റി 2 വർഷത്തിലൊരിക്കൽ നടത്തി വരാറുള്ള മഹത്തായ പരിപാടിയാണ് സർഗലയം എന്നുള്ളത്. പ്രവാസ ഭൂമികയിലും ഇത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി കലാമൂല്യങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനായി SKSSF UAE കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നതിൽ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ ഈ സംഗമത്തെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉലമാവും ഉമറാവും എന്ന വിഷയത്തിലൂന്നിക്കൊണ്ടാണ് സംസാരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. وقال رسول الله صلى الله عليه وسلم العلماء ورثة الأنبياء. അമ്പിയാക്കൾ തീർച്ചയായിട്ടും അമ്പിയാക്കളുടെ അനന്തര അവകാശികളാണ് ഉലമാക്കൾ എന്നുള്ളത്. വിശന്നു വലഞ്ഞ ചെന്നായ കൂട്ടങ്ങൾ ആട്ടിൻപറ്റങ്ങളെ ആക്രമിക്കുന്നത് പോലെ നിങ്ങളിലെ ഉലമാക്കളെയും ഉമറാക്കളും മോശമായാൽ സമൂഹത്തെ ആക്രമിക്കുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് വിശിഷ്യ നമ്മുടെ കേരളത്തിൽ ഉലമാക്കളും ഉമറാക്കളും വലിയൊരു ബന്ധമാണ് തമ്മിലുള്ളത്. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത്. കാലാകാലങ്ങളായി കേരളത്തിൽ അനുവർത്തിയായി തുടർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ബന്ധമാണ് ഉലമാക്കളും ഉമറാക്കളും. രണ്ടുപേരും സമമായി ഒത്തുനിന്നാലാണ് നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. നിങ്ങളിലെ ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും ഒരുപോലെയാകുമോ എന്ന് പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അവനെ ഭയപ്പെടുന്നത് തീർച്ചയായും ഉലമാക്കളാണ്. ആ ഉലമാക്കളുടെ നേതൃത്വത്തിൽ അവരുടെ കീഴിൽ അവർ ആജ്ഞാപിക്കുന്ന ആ മാർഗം ജീവിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. ഉലമാക്കളും ഉമറാക്കളും തമ്മിൽ വലിയൊരു അനൈക്യം ഇന്നിന്റെ കാലഘട്ടത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അത് സമൂഹത്തിന് വളരെ വളരെ വിഷമകരമാക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഉലമാക്കളും ഉമറാക്കളും ചേർന്ന് നിന്ന് സമൂഹത്തിന്റെ ഐക്യത്തിനായി, സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായി നമ്മൾ ഒന്നിച്ച് നിൽക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയൊരു ഭാഷണം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. وقال الله تعالى في القرآن المجيد إنما يخشى الله من عباده العلماء.
വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിൻഫാനി മിൻ ഉമ്മത്തി ഇദാ സലഹ സലഹൻ നാസു കുല്ലുഹും വഇദാ ഫസദ ഫസദൻ നാസു കുല്ലുഹും. ബഹുമാന്യരായ സദസ്സേ, ഉലമ ഉമറ എന്ന പ്രോജ്വലമായ ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ ഈ മഹനീയ സദസ്സിന് മുൻപിൽ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിൻഫാനി മിൻ ഉമ്മത്തി, എൻ്റെ മതവിഭാഗത്തിൽ എൻ്റെ ഉമ്മത്തിൽ രണ്ട് വിഭാഗമുണ്ട്. ഇദാ സലഹ സലഹൻ നാസു കുല്ലുഹും, അവർ നന്നായി കഴിഞ്ഞാൽ ലോകം മുഴുവനും നന്നായിരിക്കുന്നു. വൈദാ ഫസദ ഫസദൻ നാസു കുല്ലുഹും, അവർ മോശമായാൽ ലോകം മുഴുവനും മോശമായിരിക്കുന്നുവെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ വിഭാഗം ആരാണെന്ന് ചോദിച്ചപ്പോൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയത് ആ രണ്ട് വിഭാഗങ്ങളിൽ ഒരു വിഭാഗം ഉലമാഉം മറ്റൊരു വിഭാഗം ഉമറാഉം എന്നാണ്. ഇസ്ലാമിൽ പണ്ഡിതന്മാർക്കുള്ള മഹത്വം എത്രത്തോളം ഉജ്ജ്വലമാണ്. പരിശുദ്ധ ഖുർആൻ പോലും പരിചയപ്പെടുത്തിയത് ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹി അൽ ഉലമാ. യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരും അല്ലാഹുവിനെ വഴിപ്പെടുന്നവരും അല്ലാഹുവിനെ ഭയപ്പെടുന്നവരും ഉലമാക്കൾ മാത്രമാണെന്നാണ്. മാത്രമല്ല, വിശുദ്ധ ഇസ്ലാമിൽ ഉലമാക്കളുടെ സ്ഥാനം അന്വേഷിച്ചു നോക്കിയാൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ എന്നാണ്. മാത്രമല്ല, പുണ്യ റസൂൽ ഒരടി കൂടി മുന്നോട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു, എന്റെ സമുദായത്തിലെ ഉലമാക്കൾ ബനൂ ഇസ്രായേലിലെ പ്രവാചകന്മാർക്ക് തുല്യമാണെന്നാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ പോലെ, ഈസാ നബി അലൈഹിസ്സലാമിനെ പോലെ, സക്കരിയ നബി അലൈഹിസ്സലാമിനെ പോലെ, യഹ്യാ നബി അലൈഹിസ്സലാമിനെ പോലെ എന്റെ സമുദായത്തിലെ പ്രവാചകന്മാർ അവർക്ക് തുല്യമാകുന്നവരാണെന്ന് പറയുമ്പോൾ ഈ ഉലമാക്കളുടെ സ്ഥാനം എത്രത്തോളം ഉജ്ജ്വലവും ഉദാത്തവുമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ധ്വജയങ്ങൾ, ഈ രണ്ട് വിഭാഗങ്ങൾ, ഈ രണ്ട് ചിറകുകൾ നന്നായി കഴിഞ്ഞാൽ സമുദായം മുഴുവനും നന്നായി എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പണ്ഡിതന്റെ കടമ എന്താണെന്നറിയണം. ഉമറ അവരുടെ ജോലി എന്താണെന്ന് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത ലിന്നാസി തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങളാണ് ഏറ്റവും ഉദാത്തവും ഉത്കൃഷ്ടരുമായ വിഭാഗം. നിങ്ങളെ ഞാൻ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് ലോകത്ത് നന്മയുടെ സംസ്ഥാപനത്തിനും തിന്മയുടെ നിരോധനത്തിനുമാണെന്ന് ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ആലിമാരാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വഹി ലഭിക്കുന്ന പ്രവാചകന്മാരാണ് ലോകത്തെ ഏറ്റവും വലിയ ഉലമാക്കൾ. അവരാണ് ലോകത്തെ പണ്ഡിതന്മാർ എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. അത് കേവലം ഒരു പ്രവാചകത്വത്തിൽ അവസാനിക്കുന്നില്ല. പ്രവാചകന്മാരെ പിന്തുടരുന്ന പണ്ഡിതന്മാരായ ആളുകൾ എങ്ങനെയാണെന്ന് ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ അന്വേഷണം നടത്തിയാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ സ്കോളറെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, അന മദീനത്തുൽ ഇൽമ അലിയും ബാബുഹാ, ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ അതിന്റെ കവാടമാണ് അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന രീതിയിൽ പാണ്ഡിത്യത്തിന്റെ ഏഴാകാശമേറിയ മഹാനായ അലി റളിയല്ലാഹു അൻഹു പണ്ഡിതന്റെ ധർമ്മം എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ചരിത്രത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ അലി റളിയല്ലാഹു അൻഹു നടത്തിയ പണ്ഡിത ധർമ്മം എന്താണ്? ബദറിന്റെ രണാങ്കണത്തിൽ, ഉഹുദിന്റെ രണാങ്കണത്തിൽ, ഖൈബറിന്റെ പോരാട്ട ഭൂമിയിൽ കലിമത്തുൽ ഉലിയ, അല്ലാഹുവിന്റെ വചനം ഈ ഭൂമിയിൽ സംസ്ഥാപനം നടത്താൻ ഏറ്റവും ഉന്നതമായ ആ വചനത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ബദറിലും ഉഹുദിലും രണവീര്യം തീർക്കുകയാണ് അലി. പണ്ഡിതന്റെ ധർമ്മം അല്ലാഹുവിന്റെ കലിമത്ത് ഭൂമിയിൽ സംസ്ഥാപനം നടത്തലാണ്. തിന്മയെ നിരോധിക്കുന്ന ശക്തികളെ വകഞ്ഞു മാറ്റലാണ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, മൻ റആ മിൻകും മുഅയ്യിറൻ ഫൽയുഅയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. ഏറ്റവും ദുർബലമായത് ഹൃദയം കൊണ്ട് തിന്മയെ വെറുക്കുന്ന രീതിയെങ്കിലും എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ബഹുമാന്യരായ സദസ്സേ, ഉലമാഇന്റെയും ഉമറാഇന്റെയും ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, ഉലമാ ഭൂമിയിൽ നന്മ സംസ്ഥാപനം നടത്തുമ്പോൾ അതിന് താങ്ങായി തണലായി കൂടെ നിൽക്കലാണ് ഒരു ഉമറാഇന്റെ ബാധ്യത. അതിനധികമൊന്നും അറിവിന്റെ ആവശ്യമില്ല. കേവലം ഒരേ ഒരു വചനം മാത്രം പഠിച്ച മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഏകവചനം മാത്രമാണ് വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അറിഞ്ഞിരുന്നത്. അത് കേവലം അഹദ് എന്ന വചനമായിരുന്നു. ആ ഒരൊറ്റ വചനം കൊണ്ടാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയുടെ ഭൂമിയിൽ കാബാലയത്തിന്റെ ഉൾഭാഗത്ത് ഇസ്ലാമിന്റെ മൂല്യം സ്ഥിരപ്പെടുത്തിയപ്പോ കാബയുടെ മുകളിൽ കയറി അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞത് പുണ്യ റസൂലിന് താങ്ങായി ഉമർ റളിയല്ലാഹു അൻഹു എന്ന ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന ഉമറ കൂടെ
നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ രംഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഉലമാ ഉമറാഇനെ ശക്തിപ്പെടുത്താനും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്താനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എൻ്റെ വിഷയത്തിനോട് കൂറ് പുലർത്തി എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. قال رسول الله صلى الله عليه وسلم صنفان من أمتي إذا صلحا صلحت أمتي وإذا فسدا فسدت أمتي الأمراء والقراء. ബഹുമാനാദരവുകൾ നിറഞ്ഞ സദസ്സിൽ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീനെ, ഈ സർഗലയത്തിൻ്റെ വേദിയിൽ എനിക്ക് നിങ്ങളുമായി സംവദിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം ഉമറാ ഉലമാ എന്നുള്ളതാണ്. ഏതൊരു സംഘശക്തിയുടെയും ഏതൊരു കൂട്ടായ്മയുടെയും പിന്നിലുള്ളത് ഏറ്റവും വലുത് അറിവും അതിനുകൂടിയുള്ള ശക്തിപ്പെടുത്തലും കൂടിയാണ്. ഏതൊരു കൂട്ടായ്മയുടെയും മാനദണ്ഡം, ഏതൊരു സംഘശക്തിയുടെയും മാനദണ്ഡം എന്ന് പറയുന്നത് അറിവാണ് എന്നുള്ളതിൽ നമുക്ക് തർക്കമില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദരണീയരായ തന്റെ പിതാവിനോട് പോലും പറഞ്ഞു കൊടുത്തത്, അറിവ് നിങ്ങൾക്കില്ലാത്ത പലതും എനിക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ പിന്തുടരുക എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോട് പഠിപ്പിച്ചു കൊടുത്തത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അറിവിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽക്ക് തന്നെ അള്ളാഹു അവന്റെ ദീനിനെ ഇവിടെ ലോകത്ത് പരിചയപ്പെടുത്താൻ തെരഞ്ഞെടുത്ത അമ്പിയാക്കളുടെ പരമ്പര അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എത്തി. ആ ദീനിന്റെ ശൃംഖല അവിടെ അവസാനിക്കുന്നില്ല. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചല്ലോ, അൽ ഉലമാ വറസത്തുൽ അംബിയാ, ഉലമാക്കളാണ് അംബിയാക്കളുടെ പരമ്പര, അതിന്റെ പാരമ്പര്യം ഉലമാക്കളാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലിരുന്നു കൊണ്ട് ദീന് കേട്ടും കണ്ടും പഠിച്ച തിരു സ്വഹാബത്താണ് പിന്നീട് ലോകത്തിന്റെ വിവിധ മേഖലകളിൽ അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്ത് നടത്തിയത്. നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരാം. നമ്മുടെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തിരഞ്ഞെടുത്തു നോക്കിയാൽ നമ്മുടെ തീരദേശത്ത് കാണുന്ന പള്ളികളും മദ്രസകളും ഉണ്ടാക്കുന്നതിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽക്ക് തന്നെ നമ്മുടെ കേരളത്തിലോട്ട് കടന്നു വന്ന മാലിക് ബിൻ ദീനാരും കൂട്ടരുമാണ് അതിന്റെ പിന്നിലെന്ന് നമുക്ക് തർക്കമില്ല. അങ്ങനെ അല്ലാഹുവിന്റെ ദീനിനെ ഇവിടെ നിലനിർത്താൻ വേണ്ടി അല്ലാഹു കണ്ടെത്തിയവരാണ് ഉലമാക്കൾ. അങ്ങനെ അവർ ദീനിന്റെ വിജയക്കൊടിയുമായിട്ട് കേരളത്തിന്റെ തീരദേശങ്ങളിലേക്ക് കടന്നു വന്നപ്പോ അവർക്ക് ശക്തി പകർന്നു കൊടുത്തവരാണ് നമ്മുടെ നാട്ടിലുള്ള പൗരപ്രമാണികളായ ആളുകൾ. അങ്ങനെ ഇവിടെ ദീനിന്റെ വെട്ടവും വെളിച്ചവും നമ്മുടെ കേരളത്തിന്റെ തീരത്ത് ഉയർന്നു. മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ഇന്ന് കാണുന്ന ഈ ഒരു രൂപത്തിലേക്ക് കെട്ടിപ്പടുക്കാൻ ഈ ഒരു ഉലമാ ഉമറ ബന്ധത്തിന്റെ ഏറ്റവും മുഖ്യധാരമായ ഒരു ഉദാഹരണമാണ്. നമ്മുടെ കേരളത്തിലുള്ളതുപോലെയല്ല മറ്റുള്ള രാജ്യങ്ങളിൽ, മറ്റുള്ള സ്റ്റേറ്റുകളിൽ അതുപോലെയല്ല. ഈ ഉലമാവും ഉമറാവും ഇവിടെ ഒരുമിച്ച് കൂടിയപ്പോ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. 1926 കാലഘട്ടം വരെ അള്ളാഹുവിന്റെ ദീനിനെ പറഞ്ഞു കൊടുക്കുകയും അള്ളാഹുവിന്റെ അതുപോലെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പാരമ്പര്യമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്.
അങ്ങനെ 1926 കാലഘട്ടങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം ഇവിടെ ഉടലെടുക്കുന്നതിന്റെ വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില വികൃഷ്ടമായ രൂപാന്തര മാറ്റങ്ങൾ നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോ അതിനെ ചെറുക്കാൻ വേണ്ടി ഇവിടുത്തെ ഉമറാവ് മുന്നിട്ടിറങ്ങി. അങ്ങനെ ഇവിടുത്തെ പള്ളി ദർസുകളും ഇവിടുത്തെ മദ്രസകളും ദീനീ വിദ്യാഭ്യാസത്തിന്റെ സുന്നി കൈരളിയുടെ ഈ സുന്നിസത്തിന്റെ ആ ഒരു നമ്മുടെ സുന്നി ഇസ്ലാമിന്റെ തനതായ ശൈലി ലോകത്തെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവര് പള്ളികളും മദ്രസകളും യതീംഖാനകളും ഉണ്ടാക്കി. അങ്ങനെ അതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലുള്ളതായ ഉലമാക്കൾ മുന്നിട്ടിറങ്ങിയപ്പോ അതിന്റെയൊക്കെ പിന്നിലുണ്ടായിരുന്നത് നാട്ടിലെ ഉമറാക്കളായിരുന്നു. നമുക്കറിയാമല്ലോ, മഹത്തായ സമസ്തയും അതിന്റെ ഉമറാക്കളുടെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കറിയാമല്ലോ. മഹാനായ ബാഫഖി തങ്ങൾ. ആരായിരുന്നു ബാഫഖി തങ്ങൾ? പട്ടിക്കാട് ജാമിയ നൂരിയയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കറാച്ചി ബാപ്പുട്ടി ഹാജിയെ പോലെയുള്ള ആളുകളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ആരായിരുന്നു അവരൊക്കെ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സഭയുടെ ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ശക്തി പകർന്നു കൊടുത്ത വലിയ പ്രമാണിമാരായ സമ്പന്നരായ ആളുകളായിരുന്നു ബാപ്പുട്ടി ഹാജിയെ പോലെയുള്ള ആളുകൾ. നമുക്കറിയാമല്ലോ, ചമ്മാട് ദാറുൽ ഹുദയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാരും അതേപോലെ തന്നെ MM ബഷീർ മുസ്ലിയാരുടെയൊക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ദീന വളർത്താൻ വേണ്ടിയിട്ട് കേരളത്തിലുടനീളം അവര് രാപ്പകലില്ലാതെ മെനഞ്ഞു നടന്നപ്പോ അതിന് താങ്ങും തണലുമായി നിന്നവരായിരുന്നു ഡോക്ടർ ബാപ്പുട്ടി ഹാജി എന്ന് പറയുന്ന കാരണവർ. ഇത് നമ്മുടെ നാട്ടിൽ നടന്ന ഉദാഹരണങ്ങളാണ്. എന്തായിരുന്നു ഇവിടുത്തെ ദീനിന്റെ നമ്മുടെ ദീന് ഇത്രത്തോളം സംഘടിത ശക്തിയോടുകൂടി മുന്നിട്ട് വളരാൻ കാരണമെന്ത് എന്ന് ചോദിച്ചാൽ ഉലമാ ഉമറ ബന്ധത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളം എന്നുള്ളത്. മറ്റുള്ള സ്റ്റേറ്റുകളിൽ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ഒരുപാട് കലാലയങ്ങളും ഒരുപാട് പള്ളികളും ആഡംബര രീതിയിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും കേരളത്തിലുള്ളതുപോലെ ഇത്തരത്തിലുള്ള ഒരു മികവിലേക്ക് പടുത്തുയർത്തപ്പെടാൻ അവർക്ക് സാധിക്കാതെ വന്നതിൽ അതിന്റെ വലിയൊരു തെറ്റ് എന്ന് പറയുന്നത് ഈ ഉലമാ ഉമറ ബന്ധത്തിന്റെ ഒരു പോരായ്മയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ ദീനിനെ ഇവിടെ പറഞ്ഞു കൊടുക്കാനും അതിനായിട്ട് വന്ന ഉലമാക്കളെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി അതിന്റെ പിന്നിൽ നിന്ന് അവരെ പിൻഗാമികളായിക്കൊണ്ട് പിന്നിൽ നിന്ന് നയിച്ചവരുമായിരിക്കുന്ന ഉമറാക്കൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹു നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉമറാക്കൾക്കും ഉലമായിനും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹിൽ ഫായിസീൻ അമ്മാ ബഅദ്. ഉപവിഷ്ടരായിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയധാരയോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിലാക്കിയതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള ഉലമാവും ഉമറാവും എന്ന വിഷയസംബന്ധിയായ രണ്ട് വാക്ക് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട പരിശുദ്ധ പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആപ്തവാക്യം പോലെ എൻ്റെ സമുദായത്തിലെ രണ്ട് വിഭാഗം, അവർ നന്നായാൽ പിന്നെ എൻ്റെ സമുദായം നന്നായി, അവർ ഛിന്ന ഭിന്നമായാൽ, അവർ വെടക്കായാൽ പിന്നെ എൻ്റെ സമുദായവും ഒന്നാകെ അങ്ങനെ തന്നെയായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആപ്തവാക്യത്തിലെ ഈ രണ്ട് വിഭാഗമാണ് ഞാൻ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ബഹുമാനപ്പെട്ട തഫ്സീറുൽ റാസിയിൽ ബഹുമാനപ്പെട്ട റാസി ഇമാം പറഞ്ഞ വളരെ പ്രവിശാലമായൊരു ആശയത്തെ ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട റാസി ഇമാം പറയുന്നു, അന്ന നിശ്ചയമായിട്ടും അഅ്മാലുൽ ഉമറായി, നിശ്ചയമായിട്ടും ഉമറാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മൗഖൂഫത്തുൻ അലാ ഫതാവൽ ഉലമായി,
നിശ്ചയമായിട്ടും ഉമറാക്കളുടെയും അതുപോലെ തന്നെ സുൽത്താൻമാരുടെയും പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പണ്ഡിതന്മാരെന്താണോ പറയുന്നത് ആ പ്രവർത്തനങ്ങളുടെ മേലാണ് അവരുടെ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉലമാക്കളുടെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ടും യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരുടെ കൽപ്പനയാണ് യഥാർത്ഥത്തിൽ ഉലമാക്കൾ അംഗീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഉലമാക്കൾ എന്ന് പറയുന്നവരാണ് ഉമറായി ഉമറാക്കന്മാരുടെയും നേതാക്കന്മാരെ എന്ന് ബഹുമാനപ്പെട്ട തഫ്സീർ റാസിയിൽ ബഹുമാനപ്പെട്ട റാസി ഇമാം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് ഏത് വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് റാസി ഇമാം എന്ന് പറയുന്നതാണ് സമുദായത്തിന്റെ ഏതൊരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളവും പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നതല്ല പ്രശ്നം, മറിച്ച് ആ പ്രശ്നങ്ങളെ ഏതു വിധേനയാണ് പരിഹരിക്കുന്നതും അതിന് പരിഹാരം കണ്ടെത്തുന്നതും ഏതു വിധേനയായിരുന്നു എന്നതാണ് മുൻഗാമികളുടെ ചരിത്രത്തിൽ നിന്നും നാം പാഠമാകേണ്ടത്. ബഹുമാനപ്പെട്ട തഫ്സീർ റാസിയിൽ തന്നെ നിശ്ചയമായിട്ടും ജനങ്ങളെ യാ അയ്യുഹല്ലദീന ആമനൂ സത്യവിശ്വാസികളെ അത്തിയുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടുക വഅത്തിയു റസൂല നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെടുക വഉലിൽ അംരി മിൻകും നിങ്ങളിൽ നിന്ന് കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അംഗീകരിക്കുക. ഈ കൈകാര്യകർത്താക്കൾ ആരാണ് എന്നതിനെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട റാസി ഇമാം പറയുന്നത്. അത് ഉമറാക്കളും ഉലമാക്കളുമാണ്. എന്നാൽ ആ ഉലമാക്കളിൽ തന്നെ ഉമറാക്കളുടെയും നേതാക്കന്മാരും ഉലമാക്കളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഉമറാക്കൾ എന്ന് പറയുന്നതും ഉലമാക്കൾ എന്ന് പറയുന്നതും പ്രാദേശികമായോ സാംസ്ഥാനികപരമായോ അല്ല. ആഗോളതലത്തിൽ നിന്ന് മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് ഏതാണോ അത് ഏതെങ്കിലും രാഷ്ട്രമാവാം, ഏതെങ്കിലും സമുദായമാകാം. അവിടെയൊക്കെ തന്നെയും ഈ ഉലമായിന്റെയും ഉമറായിന്റെയും സംഘടിതമായ പ്രവർത്തന രാഹിത്യത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. എന്തൊക്കെയായാലും ഈ സമുദായത്തെ നയിക്കേണ്ടത് ഉലമാക്കളും ഉമറാക്കളും കൂടിച്ചേർന്ന പ്രവർത്തനങ്ങളാണ്. ഏത് പ്രതിസന്ധി ഉണ്ടായാലും ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെന്താണോ പറയുന്നത് ആ പ്രവർത്തനത്തിന്, പണ്ഡിതന്മാരുടെ പ്രവർത്തനത്തിന് മനസ്സാ വാചാ കർമ്മണ ഏത് വിധേനയും ശക്തിമത്തായ പിന്തുണ നൽകുക എന്നത് ഉമറായിന്റെ ബാധ്യതയാണ്. ഈ പ്രവർത്തനങ്ങളാണ് സമുദായത്തിന്റെ പുരോഗതിയിൽ, ഈ പുരോയാന പ്രവർത്തനങ്ങളിൽ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ മാതൃകയായിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം ഒരു കാലഘട്ടത്തിലേക്ക് എന്നാണോ ഈ സമുദായത്തിന്റെ നേതൃത്വം ഉണർന്നു ചിന്തിക്കുന്നത് അതുവരെ ഏത് പ്രശ്നങ്ങൾക്കാണെങ്കിലും, അത് പ്രാദേശികമാണെങ്കിലും ദേശീയമാണെങ്കിലും അന്തർദേശീയമാണെങ്കിലും ആഗോളതലത്തിലാണെങ്കിലും ഏതേത് പ്രശ്നങ്ങളിലും പരിഹാരങ്ങൾ അങ്ങനെ തന്നെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ആ ആയത്തിന് തൊട്ടു പറയുന്നുണ്ട്, വൈദാ തനാസഅതും ഫീ ഷൈഇൻ റുദ്ദൂഹു ഇലല്ലാഹി വഇല റസൂലി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലേക്കും മടങ്ങിപ്പോയിക്കൊണ്ട് ഏത് പ്രതിസന്ധിയെ നേരിടാൻ ഈ സമുദായത്തിന് അല്ലാഹു നസീബ് തൗഫീഖ് നസീബാക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സമസ്തയാം സരണിയിൽ നേർവഴിക്ക് നടത്തുന്ന ഖുർആന്റെ അചഞ്ചലമായ പ്രഖ്യാപനം സിറാത്തുൽ മുസ്തഖീം, നേരാം വണ്ണം അല്ലലില്ലാതെ അലട്ടലില്ലാതെ അതിന്റെ തനതായ രൂപത്തിൽ നമ്മെ നേർവഴിക്ക് നടത്തിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, മുസ്ലിം കൈരളിയുടെ സ്വകാര്യ അഹങ്കാരം, അതിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം SKSSF കാലങ്ങളായി ദഅ്വാ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സർഗലയം പരിപാടിയിലാണ് നാം നിലകൊള്ളുന്നത്. ഈ അനുഗ്രഹീത സദസ്സിൽ ഉലമാ ഉമറാ ബന്ധം ചർച്ചക്കെടുത്തതിൽ ഇതിന്റെ സംഘാടകരെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ഈ ഒരു സമയം വിനിയോഗിക്കുകയാണ്. ബഹുമാന്യരെ, ന്യൂനപക്ഷം എന്നല്ല, ലോകത്തെ ഏതൊരു ജനവിഭാഗത്തിനും അതിന്റെ ഉന്നമനത്തിനും ശക്തിപ്പെടലിനും ഉലമാ ഉമറാ ബന്ധം അഥവാ പണ്ഡിതരും നേതാക്കളും തമ്മിലുള്ള ബന്ധം ദൃഢമാവണം എന്നുള്ളത് ലോകചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇരിക്കട്ടെ, എന്തിനേറെ പറയുന്നു, നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ഭീംറാവ് അംബേദ്കർ, അദ്ദേഹത്തെ കാണുമ്പോൾ പാഞ്ഞകന്നിരുന്നവർ, അല്ലെങ്കിൽ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെയും തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും പേരിൽ മാറ്റി നിർത്തിയവർ പോലും തന്നെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കേണ്ട വന്ന അവസ്ഥ വന്നത് താൻ ആർജിച്ചെടുത്ത വിദ്യാഭ്യാസത്തിന്റെ എന്ന പോലെ തന്നെ
താൻ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഭൗതികതയിൽ നിന്നും ആത്മീയതയിലോട്ട് നാം വഴിമാറുകയാണെങ്കിൽ മക്കം ഫത്ഹ് ദിവസം ലോകം കോരിത്തെരിച്ചൊരു സംഭവം ഉണ്ടായി. രാജ്യത്തിന്റെ സമ്പത്തും തൊലിയുടെ വർണ്ണവും നോക്കി മനുഷ്യനെ അളക്കുന്ന ഇന്ത്യന്റെ സന്തതികൾക്ക് ഇതൊരു പാഠമാണ്. അഥവാ ലക്ഷക്കണക്കിന് അനുയായികൾ തന്റെ മുന്നിൽ എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുമ്പോൾ കൗബയുടെ മുകളിൽ കയറി കൗബ വിളംബരം ചെയ്യാൻ അവിടെ നിന്നും തിരഞ്ഞെടുത്തത് ബിലാൽ അദ്ദീൻ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ഒരു വേള ബിലാൽ റളിയല്ലാഹു അൻഹു പോലും അമ്പരന്ന് പോയി. കാരണം തനിക്ക് എന്നും ഇണയും തണലും തുണയുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്, ധീരനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്, റോമക്കാരനായ സുഹൈബ് റളിയല്ലാഹു അൻഹുവും പേർഷ്യക്കാരനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നു. തന്റെ കുടുംബത്തിൽപ്പെട്ടവരും ഉന്നത കുലജാതരും അവിടെ ഉണ്ടായിരിക്കെ കറുത്ത് കറുത്ത് കരിക്കട്ട പോലെയുള്ള ബിലാലിനെ വിളിച്ചുകൊണ്ട് കഅബയുടെ മുകളിൽ കയറാൻ പറഞ്ഞപ്പോൾ വർണ്ണവിവേചനം അഷ്ടദിക്കിലും പൊട്ടിപ്പിളരുകയായിരുന്നു. ഇസ്ലാം വർണ്ണ വർഗ ദേശഭാഷക്കതീതമാണ്. അവിടെ നിന്നും തുടങ്ങുന്നു നമ്മുടെ അധ്യാപനം, ഉലമാ ഉമറ തമ്മിലുള്ള അധ്യാപനം. ഈ ഒരു മഹനീയ സദസ്സിൽ നാം വിസ്മരിക്കാൻ പാടില്ലാത്ത രണ്ടു പേരുകളുണ്ട്. സി.എച്ച്. മുഹമ്മദ് കോയ സാഹിബ് എന്നതുപോലെ തന്നെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചപ്പോഴും ഒരു ഏകീകൃത വിദ്യാഭ്യാസത്തെ കുറിച്ച് അന്നത്തെ ഉലമാക്കൾ ചിന്തിച്ചിരുന്നില്ല. അതൊരു നിരൂപണമല്ല, അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. കാരണം പാരമ്പര്യദർശി വിദ്യാഭ്യാസം നിലനിന്നിരുന്ന ഒരു രാജ്യത്ത് അതിന്റെ ആവശ്യതയെ കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ദീർഘവീക്ഷണമുള്ള ഉലമാ ഉമറാ ബന്ധം കാത്തുസൂക്ഷിക്കുന്ന നമ്മുടെ അഭിവന്ദ്യ നേതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ 1945 സമസ്തയുടെ 16ാം സമ്മേളനം നടക്കുമ്പോൾ അവിടെ വെച്ച് ഉലമാക്കൾക്കിടയിൽ ഇതിന്റെ ഒരു ചർച്ച എടുത്തുകൂടെ ഉണ്ടായി. അന്നത്തെ ഉലമാക്കളും ഉമറാക്കളും കുലങ്കശമായ ചിന്തയിൽ നിന്നാണ് ഇന്നീ നമ്മൾ അനുഭവിക്കുന്ന സമന്വയമാവട്ടെ, ആത്മീയമാവട്ടെ, ഭൗതികമാവട്ടെ, ഏതൊരു വിദ്യാഭ്യാസത്തിന്റെയും നമ്മുടെ ഈ കെട്ടുറപ്പിന്റെയും ബന്ധത്തിന്റെയും തുടങ്ങുന്നതും ഈ വിത്തുപാകിയതും അവിടെ നിന്ന് ഉള്ളതാണെന്ന് നാം വിസ്മരിക്കാൻ പാടില്ല. ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ. നമ്മളെല്ലാം ഇന്നൊരു പടുവൃക്ഷത്തിന്റെ തണലിലാണ്. ഈ കഴിഞ്ഞ ദിവസം ഇസ്ലാമിക് സെന്ററിൽ വെച്ച് നടന്ന സുപ്രഭാതം പ്രചരണ പരിപാടിയിൽ നമ്മുടെ അഭിവന്ദ്യനായ നേതാവ് എം.ടി. അബ്ദുള്ള മുസ്ലിയാർ സൂചിപ്പിച്ചതുപോലെ നാം എല്ലാം ഇന്നൊരു കപ്പലിലാണ്. ആ കപ്പലിൽ നിന്ന് ചോരാതെ പോവേണ്ടത് നാം ഓരോരുത്തരാണ്. അതുകൊണ്ട് ഈ ഒരു ബന്ധം ഉലമാ ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കാറുകളും കോളുകളും നിറഞ്ഞ യാത്രയിൽ നമ്മൾ ഇതിനെ തരണം ചെയ്യാൻ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കണം എന്ന ദുആ വസിയത്തോടുകൂടെ തന്നെ ഞാൻ എന്റെ വാചകം നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SKSS അബുദാബി ഘടകം സംഘടിപ്പിക്കുന്ന ഈ സർഗലയത്തിലെ പ്രസംഗ മത്സരത്തിൽ ലഭിച്ചിട്ടുള്ള വിഷയം എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ്. ഉമറാ ഉലമാ എന്നുള്ള ഒരു വിഷയത്തിന്റെ ആ ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഒത്തൊരുമയിലേക്ക്, ആ കൈപിടിക്കലിന്റെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലുമ്പോൾ നിശ്ചിതമായിട്ടുള്ള 5 നിമിഷം എന്നുള്ളത് ചിലപ്പോൾ 5 ദിവസം എടുത്താൽ പോലും മഹത്തുക്കളായ നമ്മുടെ നേതാക്കളുടെയൊന്നും കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക എന്നുള്ളത് അസാധ്യമാണ്. എങ്കിലും ആ സമയത്തിനുള്ളിൽ എന്താണ് പറയുവാൻ സാധിക്കുക എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ഒക്കെ കൃത്യമായും അറിയാം. കാരണം 100 ആണ്ടിന്റെ ചരിത്രം പറയുന്നത്, ആ 100 ആണ്ടിന്റെ ചരിത്രം സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് പറയാനുള്ളത് ഉമറാക്കളുടെയും ഉലമാക്കളുടെയും ഒരു കൈപിടിക്കലിന്റെ ഒരു ചരിത്രമാണ്. എന്താണ് അതിലൂടെ നമ്മൾ നേടിയെടുത്തിട്ടുള്ളത്? മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളിലൂടെ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരിലൂടെ, ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി തങ്ങളുടെ ഇടവരെ എത്തി നിൽക്കുന്ന ഈ ഒരു ചരിത്രം കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നു ചെന്നാൽ
അവിടെ ഉയർന്നു നിൽക്കുന്ന മിനാരങ്ങളിൽ നിന്നും ഉയരുന്ന ബാങ്കുലികൾക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. ഉമറാക്കളും ഉലമാക്കളും കൈകോർത്തതിന്റെ ചരിത്രമാണ്. ഇന്ന് കാണുന്ന ഈ ഒരു തരത്തിലേക്ക് കേരളത്തിലെ മുസൽമാന് ഒരു ഉന്നതി നേടി തന്നിട്ടുള്ളത് ഈ ഒരു കാര്യമാണ്. അവരുടെ കൈകോർക്കലിന്റെ ഭാഗമായാണ് അഭിമാനത്തോടുകൂടെ അന്തസ്സോടെ ഞാനും നിങ്ങളും നമ്മുടെ ദീനീ പ്രവർത്തനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നത്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിലേക്ക് നമ്മൾ കടക്കാനുള്ള ഒരു സമയം ഇല്ലാത്തതിനാൽ എന്തായിരുന്നു ഈ കൈകോർക്കൽ കൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം? ആരുടെ മുന്നിലും അഭിമാനത്തോടുകൂടി തല ഉയർത്തിക്കൊണ്ട് ഞാൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് നമുക്ക് നിൽക്കുവാനുള്ള ഒരു തരത്തിലേക്ക് ഈ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അവർ വഹിച്ചിട്ടുള്ള പങ്ക് എന്നുള്ളത് അത് വളരെ വലുതാണ്. കേരളത്തിലെ കാര്യമെടുത്താൽ നമുക്കറിയാം, പള്ളി മിനാരങ്ങളിൽ നിന്നും ഉയരുന്ന ബാങ്കുലിയും ഹൈന്ദവ ക്ഷേത്രത്തിലെ മന്ത്രോച്ചാരണവും പള്ളി ദേവാലയത്തിലെ മണിനാഥവും മതസൗഹാർദ്ദത്തിന്റെ മഴവില്ല് കേരളക്കരയിൽ തീർക്കുന്നുവെങ്കിൽ ആ തീർക്കലിന് ഒരു കാരണമായിട്ടുള്ളത് നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള നേതാക്കൾ നമുക്ക് പാകിത്തന്നിട്ടുള്ള ആ ഒരു പാതയാണ്. ആ പാതയിലൂടെ കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ ഇന്ന് കാണുന്ന ആധുനിക സൗകര്യങ്ങളും ഒന്നുമില്ലാതിരുന്ന ഒരു കാലം, ചെരിപ്പിടാതെ പോലും നടന്നുകൊണ്ട് കേരളത്തിന്റെ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്ന് ദീനീ പ്രവർത്തനം നടത്തി ദൈവത്ത് നടത്തി ഈ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ പൂർവികരായിട്ടുള്ള ഉലമാക്കളാണ്. എല്ലായിടത്തും ചെന്നു അവരോട് പറഞ്ഞു, ഈ ദീനീ വിജ്ഞാനം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം. ആ ദീനീ വിജ്ഞാനം ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ അതിന് പ്രാപ്തരായിട്ടുള്ള ആളുകളെ നമ്മൾ ഉണ്ടാക്കണം. എങ്ങനെയാണ് ഉണ്ടാക്കുക? ഒന്നുമില്ലാതെ ശൂന്യമായി നിൽക്കുന്ന കരങ്ങൾ, ആ കരങ്ങളിലൂടെ ഉയർന്നു വന്നിട്ടുള്ള ഇന്ന് കാണുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ സൗധങ്ങളുണ്ട്. ഓരോ സ്ഥലത്തും ഉയർന്നു നിൽക്കുന്ന ഓരോ സൗധങ്ങൾ പോലെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന നമ്മുടെ സമസ്തയുടെ ഘടകമായിട്ടുള്ള സമസ്തയിൽ ഉറച്ചു നിൽക്കുന്ന ആ ഒരു ദീനീ വഴിയിലൂടെ ഒരു കടുകുമണി തൂക്കത്തിൽ പോലും വ്യതിചലിക്കാതെ അന്നും ഇന്നും ആദർശത്തിൽ നിലയുറച്ചു നിന്നുകൊണ്ട് ഈ സമുദായത്തെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ഉമറാക്കൾ, അതുപോലെ തന്നെ നമ്മുടെ ഉലമാക്കളുടെ നിർദ്ദേശം എന്താണോ, നമ്മുടെ ഉലമാക്കൾ എന്താണോ പറയുന്നത്, അവരുടെ അധരങ്ങളിൽ നിന്നും അടർന്നു വീഴുന്ന ആ ഒരു വാക്കുകൾ ഹൃദയത്തിൽ സ്പർശമാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയപ്പോ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിനെ എത്ര നമ്മൾ തൂക്കി നോക്കിയാലും, കേരളത്തിലെ ഏത് തട്ടിലെടുത്ത് നോക്കിയാലും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, അവിടെ നിൽക്കുന്ന അറിവ് നിൽക്കുന്നത് ഒരുപാട് ഉയരത്തിൽ തന്നെയാണ്. ഏതായാലും 5 നിമിഷമാണ് നമ്മുടെ ചരിത്രമോ ഉമറാക്കളുടെ പേരെടുത്ത് പോലും ഒരാളുടെ ചരിത്രത്തിന്റെ ഒരു ഘടകം, ഒരു ഭാഗം പോലും നമുക്ക് ഈ സമയത്തിനുള്ളിൽ തീർക്കാനാവില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായും നമ്മുടെ ഇന്ന് കാണുന്ന ഉന്നതിയിലേക്ക് നമ്മെ നയിച്ചിട്ടുള്ള ആ പൂർവ്വസൂരികളായ നേതാക്കളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തെ ഈ ഉലമാക്കൾക്ക് നയിക്കാൻ അള്ളാഹു ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. സദഖല്ലാഹ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ സംഗമം ഒരു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മെ ഇരുവീട്ടിലും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉലമാക്കളും ഉമറാക്കളും എന്ന വളരെ പ്രധാനപ്പെട്ട വർത്തമാനകാല ദീനീ സാഹചര്യങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് തന്നെ ആലിമിന്റെ, പണ്ഡിതന്റെ മഹത്വം കാണിച്ചു കൊടുത്തിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചുകൊണ്ട് അള്ളാഹു ആദം നബിക്ക് പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. ഒരുപാട് പേരുകൾ ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹു ആദം നബിയോട് പറഞ്ഞു ഇത് മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. മലക്കുകൾക്ക് അത് പകർന്നു കൊടുക്കുകയും ആ മലക്കുകളുടെ ഉസ്താദായ ആലിമായ പണ്ഡിതനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് പറഞ്ഞു.
വസ്ജുദൂ ലി ആദം, മുഴുവൻ മലക്കുകളും സുജൂദ് ചെയ്തു, ഇല്ല ഇബ്ലീസ് ഒഴികെ. ഇബ്ലീസ് സുജൂദ് ചെയ്യാതിരുന്നത് ആദം നബി എന്ന് പറയുന്ന മനുഷ്യനായിരുന്നില്ല, മറിച്ച് ആദം നബി എന്ന് പറയുന്ന മലക്കുകളുടെ ഉസ്താദായ പണ്ഡിതനായ ആലിമായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനായിരുന്നു. ആ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാത്ത ഇബ്ലീസിനെ അള്ളാഹുവിന്റെ സവിധത്തിൽ നിന്ന് അള്ളാഹു പുറത്താക്കി. മാത്രമല്ല, ഇനി ഇലാ യൗമിൽ ഖിയാമ ഇബ്ലീസിന് അങ്ങോട്ട് പ്രവേശനമില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പണ്ഡിതന്മാരെ ധിക്കരിക്കുക, നമുക്ക് ഇൽമു പകർന്നു തന്ന ആലിമിനെ ധിക്കരിക്കുക എന്നുള്ളത് വളരെ വലിയ പാപമാണ് വിശുദ്ധമായ ഇസ്ലാമിൽ എന്നാണ്. മറ്റൊരുപാട് പാപങ്ങൾ ചെയ്തവർക്ക് ഇസ്ലാം മാപ്പ് കൊടുത്തിട്ടുണ്ട്. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അധികം വേദനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇളാപ്പയായ ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹുവിനെ ഉഹദ് യുദ്ധത്തിൽ വെച്ച് വധിച്ച വഹ്ശിയെ കാണുമ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖം തിരിക്കുമായിരുന്നു എന്നാണ്. ഈ വഹ്ശിക്ക് ഇസ്ലാം മാപ്പ് കൊടുത്തു. എത്ര വലിയ ക്രൂരതയാ ചെയ്തത്! ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു എന്ന് മാത്രമല്ല, ശരീരം വെട്ടി വെട്ടി നുറുക്കി കരളെടുത്ത് ചവച്ച് തുപ്പി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ വഹ്ശിക്ക് പോലും വിശുദ്ധമായ ഇസ്ലാം മാപ്പ് കൊടുത്തു. അവസാനം ഖതൽതു ഖൈറൻ നാസ്, ഞാൻ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയായ ഹംസത്തുൽ ഖർറാറിനെ എന്റെ ഈ കരങ്ങൾ കൊണ്ട് വധിച്ചിട്ടുണ്ട്. ഖതൽതു ശർറൻ നാസ്, ഞാൻ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നീചനായ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും കപടനായി കടന്നു നടന്ന വ്യാജനായി കടന്നു വന്ന മുസൈലിമത്തുൽ കദ്ദാബിനെ വധിക്കാൻ എന്റെ ഈ കരങ്ങൾക്ക് ഭാഗ്യമുണ്ടായി എന്ന് പറഞ്ഞ മഹാനായ വഹ്ശി റളിയല്ലാഹു അൻഹു, ഈ വഹ്ശി റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാം മാപ്പ് കൊടുത്തു. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇൽമിനെ അല്ലെങ്കിൽ ആലിമിനെ ബഹുമാനിക്കാത്തതിന്, ധിക്കരിച്ചതിന് വിശുദ്ധ ഇസ്ലാം ഒരു സ്ഥാനവും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ഉമറ, നമ്മുടെ നാടിന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നേതൃത്വം നൽകുന്ന സാധാരണക്കാരനായ ജനങ്ങൾ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കൈകോർത്തു പിടിച്ചു നിന്നപ്പോഴാണ് നമുക്ക് ഈ വലിയ വിപ്ലവങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഹംദർദ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ ഹാമിദ് സാർ ഒരിക്കൽ കേരളത്തിൽ വന്നു. ഹംദർദ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ ഹാമിദ് സാർ സത്യധാരയിൽ അദ്ദേഹവുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു. അദ്ദേഹം കേരളത്തിൽ വന്നപ്പോ അദ്ദേഹത്തോട് ചോദിക്കുന്നു, കേരളത്തെ കുറിച്ച് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, കേരളത്തിന്റെ പള്ളികൾ, മദ്രസകൾ, പള്ളി ദർസുകൾ, ഈ ദീനീ സംരംഭങ്ങൾ, ഇത് വലിയ വിപ്ലവമാണ്. ഈ വിപ്ലവം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് ഈ ഉലമാക്കളും ഉമറാക്കളും കോർത്തു നിന്നുകൊണ്ട് കൈകോർത്ത് പിടിച്ച വിപ്ലവമാണ്. ഞങ്ങളുടെ നാടിന് നൽകാത്ത ഒരു അനുഗ്രഹമാണ് നിങ്ങളുടെ നാടിനുണ്ടായതെന്ന് പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉലമാവും ഉമറാവും കൈകോർത്ത് നിന്നപ്പോഴാണ് നമുക്ക് ഈ വിപ്ലവങ്ങൾ സാധിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന് നേതൃത്വം നൽകിയത് നമ്മുടെ മാതൃപ്രസ്ഥാനമാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. സമസ്തയുടെ കൂടെ ഈ ഉലമാക്കളും ഉമറാക്കൾക്കും കൂടെ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.